വിരാട ഹിന്ദു സംഗമം നടക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ നമുക്ക് ഈ ഒരുക്കങ്ങളൊക്കെ ഒന്ന് കാണിക്കാം അല്ലേ? തീർച്ചയായും. നമ്മുടെ കൊച്ചിയിൽ നിന്നെത്തിയ ക്യാമറാമാൻ ഒന്ന് ഇതൊന്ന് കാണിക്കൂ. ഈ പന്തലൊന്ന് കാണിക്കണം. പന്തൽ സാധാരണ പന്തൽ ആണ്, വലിയ കോടികളൊന്നും ചെലവഴിച്ചിട്ടില്ല. മാത്രമല്ല ഇരിപ്പിടം, ശ്യാമ ഇവിടെ ഒരു 1000 പേർക്ക് അല്ലേ ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ നേരത്തെ SGR കുമാറും അതുപോലെ പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധി വർമ്മസാറും പറഞ്ഞത് അതിനപ്പുറത്തേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നുള്ളതാണ്. കാരണം ഇന്നലെ രാത്രി ജനസഭ കഴിഞ്ഞപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്ത ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നോക്കൂ, ഇതാണ് പ്രധാന വേദി. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശേഷം ഇവിടെയാണ് സംഗമം നടക്കുന്നത്, പൊതുസമ്മേളനം നടക്കുന്നത്. ഇവിടെയാണ് അണ്ണാമലയും അതുപോലെ തേജസ്വി സൂര്യയും ഈ അയ്യപ്പ ഭക്തരുടെ, യഥാർത്ഥ അയ്യപ്പ ഭക്തരുടെ സംഗമത്തെ അഭിസംബോധന ചെയ്യാൻ എത്തുന്നത്. അരുൺ കൊടുങ്ങൂരും ഉണ്ട് നമ്മളോടൊപ്പം. ശ്യാമ, കഴിഞ്ഞ 2 ദിവസം പുത്തൻ പുലരി സജീവമാക്കിയ 2 ദിവസം മാത്രമല്ല ശ്രീ അനിൽ, കാരണം എന്താ വെച്ചാൽ ഏതാണ്ട് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ. അരുണ് എനിക്ക് തോന്നുന്നു വീട്ടിൽ കയറിയിട്ട് തന്നെ ഇപ്പൊ ഒരുപാട് ദിവസങ്ങളായി. അല്ല, അത് കുഴപ്പമില്ല, ഇതൊന്നുമില്ല. അച്ഛനും അമ്മയും ഉണ്ട്, ശരിയാണ്, അവരുടെ പ്രിയപ്പെട്ട മകനാണ്. പിന്നെ പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ല, പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, പ്രേക്ഷകരുടെ ശ്രദ്ധയിലെ കൂടി അത് സമർപ്പിക്കുകയാണ്. അരുൺ, ഇപ്പൊ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, സാധാരണ പന്തലാണ്, 1000-ഓളം പേർക്ക് ഇരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ആളുകൾ എത്തും എന്നുള്ളതാണ്. ഇത് പ്രേക്ഷകരുടെ മുന്നിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. രാവിലെ 9:30 ഉള്ള സമ്മേളനം അത് തൊട്ടടുത്തുള്ള നാനാ കൺവെൻഷൻ സെന്ററിലാണ്. ഉച്ചതിരിഞ്ഞാണ് ഇവിടെ പൊതുസമ്മേളനം. അതൊന്ന് വിശദീകരിക്കുന്നത്. തീർച്ചയായും ഒരു താരതമ്യത്തിനപ്പുറത്തേക്ക് നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ് ഒരു ഭക്തരുടെ ഒരു വികാരം എന്നത്. അതായത് ഈ ഒരു സംഗമത്തിലേക്ക് ആരും നിർബന്ധിക്കുന്നില്ല, രജിസ്ട്രേഷൻ ഇല്ല, പ്രത്യേക ഫുഡുകളൊന്നുമില്ല. അങ്ങനെ ഒരു വൈകാരികമായ ഒരു നിമിഷത്തിലേക്ക്. കാരണം പന്തളം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തതാണ്. അയ്യപ്പനെ സംബന്ധിച്ചോളം, ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും പവിത്രമായ ഒരു മണ്ണാണ്. ആ മണ്ണിൽ ഇങ്ങനെ ഒരു സംഗമം നടക്കുമ്പോൾ അതെങ്ങനെ വരാതിരിക്കാൻ കഴിയും? പ്രത്യേകിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ ആ വിശ്വാസികൾക്ക് മേലുള്ള ആ കടന്നുകയറ്റം, 2018 മുതലുള്ള ആ ഒരു കടന്നുകയറ്റം, അത് എത്രത്തോളം ഇവരുടെ മനസ്സിൽ തീകോരിയിട്ടു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത ഓരോ സമയത്ത് ഒരു കാര്യം കൂടി, അതായത് പന്തളം ത്തെക്കുറിച്ച് ഇപ്പം ഇങ്ങനെ ഒരു സംഗമം നടക്കുന്ന സമയത്ത് നമ്മൾ ഒരാളെ കൂടി ഓർക്കേണ്ടതാണ്. ഇന്നലെ ജനസഭയിൽ ഞാനത് പറഞ്ഞതാണ്, ചന്ദ്രൻ ഉണ്ണിത്താൻ അല്ലേ, ആ അയ്യപ്പ ഭക്തനെയാണ് CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ മുകളിൽ നിന്ന് കല്ലെറിഞ്ഞു കൊന്നത്. അപ്പോൾ ഈ പന്തളത്തിന്റെ മണ്ണ് ചുവപ്പിച്ചവരാണ് ഇന്ന് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണെന്ന് പറയുന്നത്. മാത്രമല്ല, ഇന്നലെ അദ്ദേഹത്തിന്റെ കുടുംബം നമ്മളോട് ജനൻ TVയോട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വേദന, അയ്യപ്പന് വേണ്ടി സർവസ്വവും ത്യജിക്കാൻ ജീവിതം തന്നെ സമർപ്പിച്ച ഒരുപാട് പേര് അത്തരത്തിലുള്ള ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ഓർമ്മകൾ നമുക്ക് ഈ വിരാട സംഗമം നടക്കുമ്പോൾ ഇതിന് ചുറ്റും കാണാം അല്ലേ? ശരിക്കും അന്ന് നമ്മൾ ഈ സമയത്തേക്ക് പന്തളത്തേക്ക് എത്തുമ്പോൾ അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു നിമിഷമാണ്. കാരണം എന്തു ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് ആ ഒരു നാമജപ ഘോഷയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. നേരത്തെ ഇന്നലക്കത്തെ പറഞ്ഞ പോലെ ഒരു കൊടിയുടെ പിന്തുണയില്ല, ഒരേ ഒരു മന്ത്രം മാത്രം, ശരണമയ്യപ്പ. ആ ഒരു വലിയ സംഗമം അല്ലെങ്കിൽ ഒരു നാമജപ യാത്ര, അത് ലോകത്ത് അയ്യപ്പ ഭക്തരുള്ള എല്ലായിടത്തും നടന്ന ആ ഒരു നാമജപ യാത്രയുടെ തുടക്കം തന്നെയാണ്. സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ സർവ്വശക്തി ഉപയോഗിച്ച് ശബരിമലയുടെ ഏറ്റവും പവിത്രമായ, പരിപാവനമായ, ഏറ്റവും ശ്രേഷ്ഠമായ ആചാരം തകർക്കാനുള്ള സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ച ഒരു മണ്ണ് കൂടിയാണ്. അവിടെ തന്നെയാണ് വീണ്ടും അത്തരം ഒരു ശ്രമം സർക്കാർ നടത്തുമ്പോൾ വീണ്ടും ഈ ഒരു സംഗമത്തിന് ശബരിമല സംരക്ഷണ സംഗമം എന്നുകൂടിയാണ്. ആ പേരിന് ഒരുപാട് പ്രസക്തിയുണ്ട്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഇരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ സെമിനാറുകളാണ്.